ഹേ ഗൈസ്, വെൽക്കം ടു ലവ് മൈൽസ്. നമ്മൾ ജോധ്പൂർ കോൺഫറൻസിന് പോയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കഫേ ആയിരുന്നു ഇത്. ഫണ്ണി ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കഫേൻ്റെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ട് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള വേറെ ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഒരു കഫേ. അപ്പോൾ നമ്മൾ അവിടെ പോയി എന്തൊക്കെയാണ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു കട്ടൻ ചായ ആയിരുന്നു അവിടെ പോയിട്ട് ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും ഒരു നല്ലൊരു കഫേ. ഞാനും എൻ്റെ ഫ്രണ്ട് കാവ്യയും കൂടിയാണ് ആ കഫേയിൽ പോയത്. അപ്പം ഹായ് ഗൈസ്, നമ്മൾ ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അടിപൊളി റെസ്റ്റോറൻറ്റാണ്. നല്ലൊരു ആംബിയൻസ് റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ പോഹയും ഒരു കട്ടൻ ചായ ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മാറിയില്ലെങ്കിൽ ഓർഡർ ചെയ്യാനായിരിക്കും. ശരി, ചായ വാങ്ങിച്ച് നമ്മളൊരു കട്ടൻ ചായയും പിന്നെ നമ്മളൊരു ചായയും പറഞ്ഞു. ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ടൻ കട്ടൻ്റെ മധുരം ഇടണ്ട തന്നത്. നല്ല പായസം പോലത്തെ സൂപ്പർ ചായ. ചായ നല്ലതാണ്. കട്ടൻ കുറേ ഉണ്ട്, പക്ഷെ മധുരമില്ല. മധുരം ഇടാൻ പറഞ്ഞു. ഇതാ നമ്മുടെ പോഹ നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. Actually, I don't like this, but I'll try. It's good. നല്ലതാ. എനിക്ക് ഇഷ്ടമായോ? Yes. ഞാൻ പോകാൻ അധികം കഴിക്കാറില്ല. പീനട്ട് പിന്നെന്തോ ബിസ്ക്കറ്റ് പോലത്തെ മിക്സ്ചറിൻ്റെ സാധനം തക്കാളിയിലുണ്ട്. ഈ കഫേയിൽ കുറേ അവർ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ നല്ല ആ ഒരു മ്യൂസിക്കും കൂടി ആകുമ്പോൾ ആ നാട് ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു വൈബ് കിട്ടിയത്. ശരിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം ഫൽഗുനി പതക്കിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് വരും. ആ പാട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗേൾസുമാണ് ആ ഒരു സോങ് ഫുൾ 90s നൊസ്റ്റാൾജിയ. അടിപൊളി. ആ കഫേയിൽ നിന്ന് വരാൻ തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ അവിടെ തന്നെ നിന്ന്. പിന്നെ അത് പൂട്ടാനായവരെ നമ്മൾ മെല്ലെയും ഇറങ്ങി. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്മോക്കിംഗ് അലൗഡ് ആയിരുന്നു. അപ്പം താഴെ നിന്ന് ഇങ്ങനെ സ്മോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് നല്ല സൂപ്പർ എന്തോ പ്രത്യേകതരം ഒരു കഫേ. ഞാനിങ്ങനെ വേറെ അധികം സ്ഥലത്ത് ഇങ്ങനെയുള്ള കഫേയിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഇതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ രാജസ്ഥാൻ കംപ്ലീറ്റ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും. അത്രയും നല്ലൊരു സൂപ്പർ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം നമ്മൾ ചായയും പോഹയും ഒക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നടന്ന് പോകാൻ തോന്നുന്നില്ലേലും, പക്ഷെ പോകണ്ടേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.